ഹേ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇതിനായിട്ട് 1 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഇഡ്ലി റൈസിലും ഇത് ഉണ്ടാക്കാവുന്നതാണ്. അരി നന്നായിട്ട് കഴുകിയിട്ട് 3 മണിക്കൂർ കുതിർക്കാനായിട്ട് വെക്കണം. നന്നായി കുതിർന്ന അരി ഒരു അരിപ്പയിലേക്ക് ഊറ്റിയെടുക്കാം. തേങ്ങാപ്പാലിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് വെള്ളം നന്നായിട്ട് ഊർന്നു വരണം. ഇതിൻ്റെ കൂടെ അരയ്ക്കാനായിട്ട് 1/2 കപ്പ് തേങ്ങ എടുക്കണം. അതുപോലെ തന്നെ 1/2 കപ്പ് തേങ്ങാപ്പാൽ എടുക്കാനും വേണം. ആദ്യം കുറച്ച് അരി തേങ്ങാപ്പാലും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി ഈ മാവിൽ നിന്ന് ഒരു 2.5 സ്പൂൺ മാവ് ഒരു പാനിലേക്ക് എടുക്കണം. അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് ചെറിയ തീയിൽ വെച്ച് നന്നായിട്ട് കുറുക്കിയെടുക്കണം. തണുത്ത ശേഷം മിക്സിയിലെ ജാറിലേക്ക് ഈ കപ്പി കാച്ചിയത് ഇട്ട് കൊടുക്കണം. കൂടെ ബാക്കിയുള്ള അരിയും ചേർത്ത് എടുത്തു വെച്ച തേങ്ങയും തേങ്ങാപ്പാലും കൂടെ ചേർത്തിട്ട് മധുരത്തിനാവശ്യമായ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ 2-3 ഏലക്കായും കൂടെ ചേർത്ത് കൊടുക്കണം. കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. ഒന്ന് അരച്ച ശേഷം 1/4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് ഒന്നുകൂടെ അരച്ചെടുക്കണം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്യാം. മാവ് നന്നായി പൊങ്ങി വരാനായിട്ട് മാറ്റി വയ്ക്കാം. ഒരു 3 മണിക്കൂറിന് ശേഷം മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഒരു സ്പൂണ് കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒരു കുഴിയുള്ള പാത്രത്തിലേക്ക് നെയ്യോ വെളിച്ചെണ്ണയോ തടവിയിട്ട് അതിലേക്ക് മാവ് ഒഴിക്കുക. ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ ചെറിയൊരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. പ്ലേറ്റിലേക്ക് വട്ടയപ്പത്തിൻ്റെ തിക്നെസ്സിനനുസരിച്ച് മാവ് ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ഇഡ്ഡലി പാത്രത്തിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇത് ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ട് കമഴ്ത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഈ പ്ലേറ്റ് വെച്ചത്. ഇനി ഇത് വേവാൻ വയ്ക്കുക. 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് തുറന്നു നോക്കാം. മുന്തിരിയോ അണ്ടിപ്പരിപ്പോ ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിവിടെ മുന്തിരിയും അണ്ടിപ്പരിപ്പുമാണ് വെച്ച് കൊടുക്കുന്നത്. 20 മിനിറ്റ് കൂടെ ആവിയിൽ നന്നായിട്ട് അടച്ചു വെച്ച് വേവിക്കുക. 20 മിനിറ്റിന് ശേഷം ഫോർക്കോ ടൂത്ത് പിക്കോ ഉപയോഗിച്ചിട്ട് കുത്തി നോക്കിയിട്ട് പറ്റി പിടിക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ വട്ടയപ്പം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് തണുത്താൽ പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ക്രിസ്മസിനൊക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നോൺ വെജിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.